ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റി ഡ്രിങ്ക്സും ഡെസേർട്ടൊക്കെയാണ് നിലയുള്ളത്. പക്ഷേ എന്തൊക്കെ വെറൈറ്റി വന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ ഇളനീർ വെച്ചിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെയും ഡെസേർട്ടിൻ്റെയും ഒന്നും ടേസ്റ്റ് മറ്റുള്ളതിനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊരു നാച്ചുറലായിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ ഇളനീർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇളനീർ വെച്ചിട്ടുള്ള ഒരു ഫലൂദയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇളനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇളനീറിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളനീർ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്കസ് വേണം, കുറച്ച് നട്ട്സ് വേണം, പിന്നെ നമുക്ക് ഇളനീർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വേറെ അരച്ചെടുക്കാനുള്ളതും കൂടി വേണം. അപ്പോൾ അത് പകുതി ഇളനീറാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ളത്. ബാക്കി ഇളനീർ നമുക്ക് ഒരു ജ്യൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ആവശ്യമുള്ളത് ജെല്ലിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാറ്റ ന്യൂട്രിക്കോൻ്റെ കോക്കനട്ട് ജെല്ലിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഏത് ഡെസേർട്ടിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡെസേർട്ടിൻ്റെ കൂടെ നമുക്ക് ഈ ചൈന ഗ്രാസോ ജനാലിറ്റിനൊക്കെ മെൽറ്റ് ചെയ്തിട്ടൊക്കെയല്ല നമ്മൾ ജെല്ലി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇളനീറിൻ്റെ പൾപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 മുറിയോളം ഇളനീറാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഹാഫ് ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പോളം ഇളനീർ വെള്ളവും പിന്നെ അരക്കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ പാൽ യൂസ് ആക്കുന്നില്ല, കാരണം കൂടുതൽ ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ്. അപ്പം പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും ഇതിന് ഉണ്ടാവാൻ. അതിന് നമുക്കെല്ലാം കൂടി നല്ലപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല എന്താ പറയുക, അതിൻ്റെ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ടേസ്റ്റ്. എന്നിട്ട് ഇളനീറല്ലേ മിൽക്ക് മെയ്ഡൊക്കെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഈ ഒരു കോക്കനട്ട് ജെല്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും വാങ്ങിക്കോട്ടോ. പിന്നെന്താ, കുറച്ച് സേമിയയില്ലേ, എൻ്റെ കയ്യിൽ നേരിയ സേമിയ ഉള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ പെട്ടെന്നൊരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. അതും കൂടി ഞാനിവിടെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് നമുക്ക് കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് തന്നെ സേമിയ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് മുന്തിരിയില്ലേ, റൈസിൻസ്, അതും കുറച്ച് ബദാമും കാഷ്യൂയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇളനീറിൻ്റെ പൾപ്പും പിന്നെ നമ്മുടെ ഈ ഒരു ജെല്ലി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഞാനൊരു 2 സ്പൂണോളം ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു ഇളനീറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കസ്കസും അതുപോലെ തന്നെ സേമിയയും അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ട്സും ഒക്കെ പിന്നെ ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഗ്ലാസ് ഏതാണോ എടുക്കുന്നത് ആ ഒരു ഗ്ലാസ് നിറയുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു സ്പേസ് ബാക്കി വെക്കാം കേട്ടോ, കാരണം നമുക്ക് ലാസ്റ്റിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒക്കെ ചെയ്യാൻ നല്ല മടി കാണിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതേ ഗ്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജെല്ലി ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫലൂദയാണ് കേട്ടോ ഇത്. ഇളനീർ വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഇതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള, അതുപോലെ പെട്ടെന്ന് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈദിനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. ഈ ഒരു ജെല്ലി വാങ്ങിച്ച് വെച്ചാൽ മതി. ഏതൊരു ഡെസേർട്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ, പെട്ടെന്ന് എടുത്ത് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.